11ാം ദിവസവും നീളുന്ന യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യം ഇറാനെതിരെ വലിയ ആക്രമണം തന്നെയാണ് അഴിച്ചുവിട്ടിട്ടുള്ളത്. പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യഭാഗങ്ങൾ എന്നിവയടക്കം ഇറാനിലെ 6 വിമാനത്താവളങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. 15-ലധികം ഇറാനിയൻ വ്യോമസേന വിമാനങ്ങൾ നശിപ്പിച്ചതായിട്ടാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ അവകാശവാദം പോലും. മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും സൈന്യം പറയുകയുണ്ടായി. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൃത്യമായ ഇന്റലിജൻസ് നിർദ്ദേശങ്ങളോടെ 15-ലധികം വ്യോമസേന പോർ വിമാനങ്ങൾ ആക്രമിച്ചു എന്നാണ് IDF പറഞ്ഞത്. ഇറാനിയൻ സൈനിക ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി IDF അക്രമങ്ങൾ ശക്തമാക്കുകയാണെന്നും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാനും വ്യോമ മേധാവിത്വം നിലനിർത്താനും ലക്ഷ്യമിടുന്നതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാനിയൻ സൈനിക കേന്ദ്ര കമാൻഡ് വക്താവ് ചൂതാട്ടക്കാരൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നത് അദ്ദേഹമായിരിക്കാം, എന്നാൽ അത് അവസാനിപ്പിക്കുന്നത് ഇറാൻ ആയിരിക്കുമെന്ന് വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രയേലിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചിരുന്നു. ടെല്ലവീവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 86 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹൈഫ, നെസ് സിയോണ, റിഷോൺ ലെസിയോൺ, ടെൽ അവീവ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രയേൽ ഉടനീളം 1-ലധികം സ്ഥലങ്ങളിൽ ടെഹ്റാൻ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളെല്ലാം അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിൽ ഇറാൻ ആക്രമണം ഘടിപ്പിച്ചത്. ആക്രമണത്തിന് പിന്നാലെ ടെല്ലവീവിലെ തെരുവുകൾ വിജനമായതായി പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രദേശത്താകെ കനത്ത പുക ഉയരുന്നതും മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് ലഭിച്ചതോടെ ബങ്കറുകളിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ ക്രമരഹിതമായി പാർക്ക് ചെയ്തിട്ട് പോയ വാഹനങ്ങളും ദൃശ്യങ്ങളിലുണ്ട്. ബെൻഗൂറിയോൻ വിമാനത്താവളം അടക്കമുള്ള ഇസ്രയേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നത്. അതേസമയം അമേരിക്കയുടെ നീക്കങ്ങൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ രംഗത്തെത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ബ്രിട്ടീഷ് പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ബ്രിട്ടനും ആരംഭിച്ചിരുന്നു. ഇസ്രയേൽ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് പൗരന്മാരെയും ആശ്രിതരെയും കൊണ്ടുപോകാൻ ബ്രിട്ടൻ വിമാനം ഒരുക്കുന്നതായി BBC റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ആയുധ കച്ചവടക്കാരുടെ കയ്യിലെ പാവകളാവരുത് ഭരണകൂടങ്ങൾ. അവർക്ക് തങ്ങളുടെ കച്ചവടം നടക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടാവില്ല. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്നത് അനിവാര്യമാണെങ്കിലും അതിന് കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാത്ത വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം.